സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇന്നും മനുഷ്യൻ കണ്ടെത്താത്ത അനവധി രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു. കടലിൻ്റെ അടിയിൽ നഷ്ടപ്പെട്ട നഗരങ്ങൾ ഉണ്ടോ? ഒരു സമയം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുരോഗമിച്ച സംസ്കാരം ഒരു രാത്രിയിൽ തന്നെ സമുദ്രത്തിൽ മുങ്ങിപ്പോയോ? പുരാതന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ ഒരു നഗരത്തെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ നഗരമാകുന്നു അറ്റ്ലാന്റിസ്. പക്ഷേ ഇന്ത്യയുടെ പുരാതന കഥകളിലും ഇതുപോലൊരു നഷ്ടപ്പെട്ട ഭൂഖണ്ഡത്തെക്കുറിച്ച് പറയുന്നു. അതാകുന്നു കുമാരിഖണ്ഡം. ഇവ രണ്ടും ഒന്നാണോ? അറ്റ്ലാന്റിസിന്റെ കഥയുടെ ആരംഭം BC 360 ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോ പുസ്തകങ്ങളിൽ ഒരു കഥ പറഞ്ഞു. ഒരിക്കൽ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഒരു വലിയ ദ്വീപരാജ്യം ഉണ്ടായിരുന്നു. അതായിരുന്നു അറ്റ്ലാന്റിസ്. അവിടെ അത്യധികം പുരോഗമിച്ച സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. വലിയ കെട്ടിടങ്ങൾ, അത്യാധുനിക കപ്പലുകൾ, അങ്ങനെ തുടങ്ങി വളരെ വികസിച്ച സാങ്കേതിക വിദ്യ, അങ്ങനെ എല്ലാം തന്നെ. പക്ഷേ ഒരു ദിവസം ഭൂകമ്പങ്ങളും പ്രളയവും കൊണ്ട് ആ ഭൂമി മുഴുവനായും കടലിനടിയിലേക്ക് മുങ്ങിപ്പോയി. അങ്ങനെയാണ് പ്ലേറ്റോ തന്റെ പുസ്തകത്തിൽ അറ്റ്ലാന്റിസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കുമാരിഖണ്ഡത്തിന്റെ കഥ എന്തെന്നാൽ, ഇന്ത്യയുടെ തെക്കുഭാഗത്ത് പുരാതന തമിഴ് സാഹിത്യങ്ങളിലും ഒരു നഷ്ടപ്പെട്ട ഭൂഖണ്ഡത്തെക്കുറിച്ച് പറയുന്നു. അതാണ് കുമാരിഖണ്ഡം. ഈ ഭൂഖണ്ഡം ഇന്ത്യയുടെ തെക്ക്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പഴയ തമിഴ് സാഹിത്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെ തന്നെയാകുന്നു. ഈ ഭൂഖണ്ഡത്തിൽ വലിയ നഗരങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും മഹത്തായ സംസ്കാരവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രളയത്തിൽ ഈ ഭൂഖണ്ഡം മുഴുവനായി മുങ്ങിപ്പോയി. അപ്പോൾ ഒരു ചോദ്യം: അറ്റ്ലാന്റിസും കുമാരിഖണ്ഡവും ഒന്നാണോ? അങ്ങനെയൊരു ചോദ്യം ഉയർന്നു വരുന്നത് കാരണം രണ്ടും കടലിനടിയിൽ മുങ്ങിയതായി പറയുന്നു. വലിയ സംസ്കാരം ഉണ്ടായിരുന്നതായി പറയുന്നു. പുരാതന ഗ്രന്ഥങ്ങളിൽ മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഇത്തരം വസ്തുതകൾ ചില ഗവേഷകരെ ഒരു വലിയ ചിന്തയിലേക്ക് നയിച്ചു. അറ്റ്ലാന്റിസ് ഗ്രീക്ക് ലോകത്ത് പറഞ്ഞ കഥയാണെങ്കിൽ കുമാരിഖണ്ഡം തമിഴ് ലോകത്ത് പറഞ്ഞ കഥയും. എന്നിരുന്നാലും ഇവ രണ്ടും ഒരേ സംഭവത്തിന്റെ രണ്ട് വിവരങ്ങളാണോ? ശാസ്ത്രജ്ഞർ പറയുന്നത് പ്രകാരം ഇതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ല. എന്നാൽ പിന്നീട് ഭൂമിയുടെ ചരിത്രത്തിൽ വലിയ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായി. ഈ പ്രക്രിയയെ വിളിക്കുന്നത് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ഇടയിൽ ഭൂഖണ്ഡങ്ങൾ നീങ്ങുകയും ചില പ്രദേശങ്ങൾ കടലിനടിയിൽ ആകുകയും ചെയ്തു. ഉദാഹരണത്തിന് പുരാതന സൂപ്പർ ഭൂഖണ്ഡമായ ഗോണ്ട്വാന, അതിൽ ഇന്ത്യയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും എല്ലാം ഒന്നായിരുന്നു, ഒരൊറ്റ ഭൂഖണ്ഡം ആയിരുന്നു. അതിനാൽ തന്നെ ചിലർ കരുതുന്നത് കുമാരിഖണ്ഡം കഥകൾ ഈ ഭൂമിയിലെ മാറ്റങ്ങളുടെ ഓർമ്മയായിരിക്കാം എന്നാണ്. കടലിന് അടിയിൽ ചില പുരാതന നഗരങ്ങൾ ഇന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ദ്വാരക, അവിടുത്തെ കടലിനടിയിലെ പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ. ഇത് ചിലരെ വീണ്ടും ചിന്തിപ്പിക്കുന്നു. അപ്പോൾ കടലിനടിയിൽ കണ്ടെത്താനാവാത്ത വലിയ സംസ്കാരങ്ങൾ ഉണ്ടാകുമോ? അറ്റ്ലാന്റിസ് ഒരു കൽപ്പന മാത്രമാണോ? അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ നഷ്ടപ്പെട്ട ഒരു യഥാർത്ഥ നഗരമാണോ? കുമാരിഖണ്ഡം ഒരു പുരാതന കഥയാണോ? കടലിനടിയിൽ മറഞ്ഞുപോയ ഒരു പുരാതന സംസ്കാരത്തിന്റെ ഓർമ്മയാണോ? ഇന്നും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നമുക്ക് അറിയാത്ത അനവധി രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കായി ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക.